കൊച്ചി നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും നിരവധി ആളൊഴിഞ്ഞ കെട്ടിടങ്ങളുണ്ട്. രാത്രിയിൽ മാത്രമല്ല, പകൽ സമയങ്ങളിൽ പോലും അവിടെ പോകാൻ അല്പം പേടിക്കണം. കാരണം സാമൂഹ്യ വിരുദ്ധരുടെയും ലഹരി മാഫിയുടെയും വിഹാര കേന്ദ്രങ്ങളാണിത്. ഇങ്ങനെയൊരു ആളൊഴിഞ്ഞ ബഹുനില കെട്ടിടത്തിൽ വെച്ചാണ് MBA-കാരിയായ യുവതിയെ ലൈംഗിക പീഡനത്തിനിരയായത്. കാമുകന്റെ കഴുത്തിൽ കത്തിവെച്ച് യുവതിയെ ബലാത്സംഗം ചെയ്ത സംഭവത്തിന് പിന്നാലെ പോലീസ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ഒഴിഞ്ഞുകിടക്കുന്നതും ഉപേക്ഷിക്കപ്പെട്ടതുമായ നഗരത്തിലെ കെട്ടിടങ്ങൾ കണ്ടെത്തി നിരീക്ഷണത്തിലാക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ന്യൂസ് 18നോട് പറഞ്ഞു. ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങളിൽ നിരീക്ഷണ ക്യാമറകളും സെക്യൂരിറ്റി സംവിധാനവും നടപ്പാക്കാനാണ് തീരുമാനം. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി കൊച്ചി സൗത്ത് റെയിൽവേ സ്റ്റേഷന് പിന്നിലായി വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുന്ന ബ്ലൂ മൊണ്ടേ ഹോട്ടലിന്റെ 10ാം നിലയിൽ വെച്ച് MBA ബിരുദധാരിയായ പെൺകുട്ടിക്ക് നേരെ ബലാത്സംഗ ശ്രമമുണ്ടായ സാഹചര്യത്തിലാണ് പോലീസ് നടപടി. കൊച്ചിയിലെ നൈറ്റ് ലൈഫ് സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്താനുള്ള നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ വ്യക്തമാക്കി. ഇതിനായി കൊച്ചിയിലെ ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടങ്ങൾ കണ്ടെത്തുകയാണ് ആദ്യപടി. ഇത്തരം കാടുപിടിച്ചു കിടക്കുന്ന ചുറ്റുപാടുകളുള്ള കെട്ടിടങ്ങളാണ് സാമൂഹ്യവിരുദ്ധരേറെയും താവളങ്ങളാക്കുന്നത്. അത്തരമിടങ്ങൾ കണ്ടെത്തി കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുമെന്നും കമ്മീഷണർ ന്യൂസ് 18നോട് പറഞ്ഞു. പോലീസ് ഭാഗത്തിൽ നിന്ന് എന്താ ചെയ്യുന്നെങ്കിൽ ഇങ്ങനെയുള്ള ഒളിഞ്ഞ സ്ഥലങ്ങളൊക്കെ 2-3 ദിവസമായിട്ട് നമുക്ക് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെ ഇങ്ങനെ പോലീസ് സ്റ്റേഷൻ ഇങ്ങനെ ഒളിഞ്ഞ സ്ഥലങ്ങൾ കൊണ്ടുവന്നിട്ട് അത് ഫസ്റ്റ് നമുക്ക് ടേക്കപ്പ് ചെയ്ത് ബന്ധപ്പെട്ട ഓണേഴ്സോടാണ്. എന്തെങ്കിലും അതിന് സെക്യൂരിറ്റി ഇട്, അല്ലെങ്കിൽ CCTV ഇടണം, അല്ലെങ്കിൽ അവിടെ റെസ്ട്രിക്ഷൻ ചെയ്യാനാണ്. ഇതാണ് എന്റെ ഫസ്റ്റ്. അങ്ങനെ ഇല്ലാതെ ഇങ്ങനെ ഡിസ്പ്യൂട്ട് ഘട്ടത്തിലുള്ള സ്ഥലത്തിൽ നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം. ഇതിങ്ങനെ ഡിസ്പ്യൂട്ട് ആയ നോമാൻസ് ലാൻഡ് ആയിപ്പോയി. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പബ്ലിക് പ്ലേസിംഗിൽ നമുക്ക് ലൈറ്റും ബാക്കി കാര്യങ്ങൾ വെച്ചിട്ട് ഇംപ്രൂവ് ചെയ്യാം. ഇങ്ങനെയുള്ള സ്ഥലങ്ങള് ഇപ്പൊ നമുക്ക് പോലീസുടെ റെഗുലറായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് ഇടയ്ക്ക് കയറി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പം കറന്റ് ആയിട്ടുള്ള അപ്രോച്ച്. അതാണ്. അതായത് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ പോലീസ് പരിധിയിൽ വരാതെ സ്ഥലങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തിയിട്ട് പിന്നെ അതുകൊണ്ട് ബന്ധപ്പെട്ട ഓണേഴ്സോട് ചോദിച്ചിട്ട് പിന്നെ ഒരു സെക്യൂരിറ്റിയുടെ ഇല്ലെങ്കിൽ മറ്റേ CCTV മറ്റേ ഇതുണ്ടാക്കണം. അല്ലാതെ പോലീസ് റെഗുലറായിട്ട് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് റെഗുലറായിട്ട് കയറി നോക്കിയാൽ ഇങ്ങനെയുള്ള ആൾക്കാർ കിടക്കാനുള്ളത് ക്ലിയർ ആകും. നിരീക്ഷണ ക്യാമറകളും സെക്യൂരിറ്റി സംവിധാനവും ഒരുക്കും. പോലീസ് എല്ലാ കെട്ടിടങ്ങളും ഇടയ്ക്കിടെ പരിശോധനകൾ നടത്തും. കെട്ടിടത്തിന്റെ ഉടമകളുമായി സംസാരിച്ച് സുരക്ഷാ സംവിധാനങ്ങൾ കൈക്കൊള്ളാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുമെന്നും കാളിരാജ് മഹേഷ് കുമാർ വ്യക്തമാക്കി. മാത്രമല്ല, ലഹരി സംഘങ്ങളുടെ താവളം കൂടിയാവുകയാണ് ഇത്തരം ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അടിയന്തര നടപടികൾ കൈക്കൊള്ളാനാണ് പോലീസ് തീരുമാനം. ന്യൂസ് 18 കൊച്ചി.